ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ നടന്നപ്പോൾ താൻ ഇരുകൂട്ടരെയും വിളിച്ച് പറഞ്ഞതിനനുസരിച്ചാണ് ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടായത് എന്നാണ് ട്രംപ് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രംപിന്റെ നാട്ടിൽ ലോസ് ഏഞ്ചലസിലെ കലാപം ഒതുങ്ങുന്നില്ല. കഴിഞ്ഞ ദിവസം 2000 സൈനികരെ വിന്യസിച്ച് നാഷണൽ ഗാർഡിനെ വിന്യസിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ 700 മറൈൻ സൈനികരെ കൂടി അവിടേക്ക് വിന്യസിച്ചിരിക്കുന്നു. ഇതോടുകൂടി ലോസ് ആഞ്ചലസ് സ്ഥിതി ചെയ്യുന്ന കാലിഫോർണിയയിലെ ഗവർണർ ഗാവിൻ ന്യൂസം രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ട്രംപ് നടത്തുന്നത് ഫെഡറലിസത്തിനെതിരെ ഒരു കടന്നുകയറ്റമാണ്, ഗവർണറുടെ അനുമതിയില്ലാതെ സൈന്യത്തെ വിന്യസിച്ചത് ശരിയായില്ല എന്നൊക്കെ പറയുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങി. മുഖംമൂടി ധരിച്ച കലാപകാരികളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഏതായാലും ഇപ്പോൾ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ആക്ടിവിസ്റ്റുകൾക്കും ഇന്ത്യയെ തള്ളിപ്പറയുന്ന ആക്ടിവിസ്റ്റുകൾക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഇന്ത്യ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതെന്നും ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് പ്രതിഷേധം ഉയർന്നതെന്നും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഒടുവിൽ ഗതികെട്ട് ഇന്ത്യ എന്തുകൊണ്ട് പാകിസ്ഥാനെ ആക്രമിച്ചു എന്നും മനസ്സിലായിട്ടുണ്ടാവും. ഏതായാലും സ്വന്തം നാട്ടിൽ ഇല്ലെങ്കിൽ സ്വന്തം മൂടിന് തീപിടിക്കുമ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യം മനസ്സിലാകുക. ഭീകരവാദം അമേരിക്കയ്ക്കും ഇന്ത്യക്കും എല്ലാ ലോകരാജ്യങ്ങൾക്കും ഭീഷണി തന്നെയാണ്. മുളയിലെ നുള്ളേണ്ടതായിരുന്നു. ഇനി അതിനെ കർശനമായി തന്നെ നേരിടുക തന്നെയാണ് വേണ്ടത്. അതായത് ചെയ്യേണ്ടത് ഈ മറ്റ് രാജ്യങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുമ്പോൾ, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഭീകരവാദത്തിന്റെ ഇരകളാണ്. അത്തരം രാജ്യങ്ങളൊക്കെ അപകടത്തിൽപ്പെടുമ്പോൾ അവരുടെ മുമ്പിൽ ആളാകാൻ നോക്കി കുടുംബത്തിന് നേട്ടമുണ്ടാക്കുകയല്ല വേണ്ടത്, പകരം അവർക്കൊപ്പം നിന്ന് മുന്നേറുകയാണ് വേണ്ടത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.